സ്കൂൾ പാചക തൊഴിലാളികൾക്ക് പാചക മത്സരവുമായി മാനന്തവാടി വിദ്യാഭ്യാസ ഉപജില്ല. കുട്ടികൾക്ക് ആരോഗ്യകരമായ ഭക്ഷണശീലം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി മാനന്തവാടി ഗവൺമെന്റ് യു.പി. സ്കൂളിലാണ് മത്സരം നടത്തിയത്. ഉപജില്ലയ്ക്ക് കീഴിലെ 8 സ്കൂളുകളിലെ പാചക തൊഴിലാളികൾ മത്സരത്തിൽ പങ്കെടുത്തു. മാനന്തവാടി വിദ്യാഭ്യാസ ഉപജില്ലയിലെ മിഡ് ഡേ സ്കീമിന്റെ ഭാഗമായി പോഷകസമൃദ്ധവും ആരോഗ്യകരവുമായ ഭക്ഷണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പാചക മത്സരം നടത്തിയത്. പച്ചക്കറികൾ, ഇലക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, പുഴുക്ക് തുടങ്ങിയ വിഭവങ്ങളാണ് ഇവർ ഒരുക്കിയത്. 1 മണിക്കൂറിനുള്ളിൽ മികച്ച രീതിയിൽ ഭക്ഷണം തയ്യാറാക്കുന്നവരാണ് വിജയികളായി തിരഞ്ഞെടുക്കപ്പെടുക. ഭക്ഷണം തയ്യാറാക്കുന്ന രീതി, ശുചിത്വം, പോഷക ഗുണങ്ങൾ തുടങ്ങിയ ഘടകങ്ങൾ പരിഗണിച്ചാണ് വിജയികളെ തീരുമാനിച്ചത്. വിജയികൾ ജില്ലാതലത്തിൽ നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കും. ജില്ലാതല വിജയികളെ ഉൾപ്പെടുത്തി സംസ്ഥാന തലത്തിലും മത്സരം സംഘടിപ്പിക്കും. കഴിഞ്ഞ വർഷം മുതലാണ് സ്കൂൾ പാചക തൊഴിലാളികൾക്കായി പാചക മത്സരത്തിന് തുടക്കം കുറിച്ചത്. മത്സരം വഴി പാചക തൊഴിലാളികളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സാധിച്ചതായി സംഘാടകർ പറഞ്ഞു. എല്ലാ വർഷങ്ങളിലും കഴിഞ്ഞ വർഷം മുതൽ പാചക മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 19 പേരാണ് മത്സരത്തിന് വന്നിട്ടുള്ളത്. ഈ വർഷം 12 പേര് രജിസ്റ്റർ ചെയ്തെങ്കിലും 8 പേര് മാത്രമേ എത്തിയിട്ടുള്ളൂ. തീർച്ചയായും അവരുടെ ഉന്നമനത്തിനായി അവരുടെ സംസ്ഥാന സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ അവരെ കൈപിടിച്ച് ഉയർത്തുന്നതിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ പ്രധാനപ്പെട്ട പ്രവൃത്തികളിൽ ഒന്നാണ് ഈ പാചക മത്സരം. അടുത്ത വർഷം കൂടുതൽ വിപുലമായ രീതിയിൽ മത്സരം നടത്താനാണ് സംഘാടകരുടെ തീരുമാനം. സുരേഷ് തലപ്പുഴ, വയനാട് വിഷൻ, മാനന്തവാടി.